തലവടിയും മേൽപ്പാടവും തമ്മിലുള്ള പോരാട്ടം അത്രയും കടുക്കാനുള്ള കാരണം അത് തന്നെയാണ്. മികച്ച പോരാട്ടമായിരുന്നു. ആ മികച്ച പോരാട്ടം നിരണവും നടുഭാഗവും തമ്മിലുണ്ടായിരുന്നു. അതുകൊണ്ടും നാലാമത്തെ ഹീറ്റ്സിലും നല്ലൊരു സമയം പ്രതീക്ഷിക്കണം. വള്ളംകളി ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് ടൈം നെഹ്റു ട്രോഫിയിൽ 4:19 വിയപുരം കുറിച്ചതാണ്. പക്ഷേ ആ കുറി അവർക്ക് കിരീടം നേടാൻ കഴിഞ്ഞില്ല. 4:19 ഏറ്റവും മികച്ച സമയം. 4:22 ഏറ്റവും ഗംഭീരമായ സമയങ്ങളൊന്നാണ്. 4:23 അതിന് തൊട്ട് പിന്നിൽ നിൽക്കുക അതിഗംഭീര സമയം. അപ്പോ ഇനി നമുക്ക് അറിയേണ്ടത് നടുഭാഗവും നിരണവും ഫിനിഷ് ചെയ്ത സമയമാണ്. അതിനനുസരിച്ചായിരിക്കും ആരൊക്കെ ഫൈനലിൽ എത്തുമെന്ന് അറിയാൻ കഴിയും. എക്സാക്ട്ലി, അതാണ് മേൽപ്പാടത്തിന്റെ ആരാധകരാണ് ഇവിടെ മൊത്തം. മേൽപ്പാടത്തിന്റെ ആരാധകരെ നിറഞ്ഞിരിക്കുകയാണ്. റോസ് കോർണർ നമ്മുടെ ചുറ്റും ഇവിടെയാണ്. ഇവരുടെ ആരോഗ്യം കാരണം നമുക്ക് സംസാരിക്കാൻ പോലും പറ്റും കഴിഞ്ഞില്ല. എന്നാലും ഏറ്റവും ഒടുവിൽ നാലാമത്തെ ഹീറ്റ്സും ആരംഭിക്കുകയാണ്. അഞ്ചാമത്തെ ഹീറ്റ്സ് 3 വള്ളങ്ങൾ മാത്രമാണ് ഉള്ളത്. 3 വള്ളങ്ങൾ അഞ്ചാമത്തെ ഹീറ്റ്സിൽ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ട്രാക്കിൽ സെന്റ് പയസ് 10th മങ്കൊമ്പ് സെന്റ് പയസ് 10th അഞ്ചാമത്തെ ഹീറ്റ്സിലെ ഒന്നാമത്തെ ട്രാക്കിൽ. രണ്ടാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കിരി ഫ്രണ്ട്സ് ബോൾ ക്ലബ് കുട്ടനാട് ഫ്രണ്ട്സ് ബോൾ ക്ലബിന്റെ ജവഹർ തായങ്കിരി. മൂന്നാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ ഓർത്തു വെക്കുക, പായിപ്പാടനാണത്. കുമരകം ടൗൺ ബോൾ ക്ലബിന്റെ പായിപ്പാടൻ. അതെ, കുമരകം ടൗൺ ക്ലബിന്റെ പായിപ്പാട് നമ്പർ 1. കുമരകം ടൗൺ ക്ലബിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഈ പുന്നമടക്കായലിൽ കല്ലൂപ്പറമ്പൻ ചുണ്ടലിൽ വന്ന് ഇതിഹാസം രചിച്ച ക്ലബ്ബാണ് കുമരകം ടൗൺ ക്ലബ്ബ്. എണ്ണമറ്റ് തുഴയെറിഞ്ഞ ചരിത്രമുള്ള ക്ലബ്ബാണ് കുമരകം ടൗൺ ക്ലബ്ബ്. പായിപ്പാട് നമ്പർ 1 അവർ കടന്നു വരുമ്പോഴത്തേക്ക് 2005-ലും 2006-ലും 2007-ലും 2018-ലും ഈ പുന്നമടക്കായൽ ഇതിഹാസ നെഹ്റു ട്രോഫി മുത്തമിട്ട പായിപ്പാട് 3-ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ഫ്രണ്ട്സ് ബോട്ട് ക്ലബ്ബ് PBC കുട്ടനാടിന്റെ ജവഹർ തായങ്കരിയാണ്. 77, 78, 80, 89, 2010, 2015 ഘട്ടത്തിൽ ഈ പുന്നമടക്കായൽ ഇതിഹാസം രചിച്ച ചരിത്രം കുറിച്ച ജവഹർ തായങ്കരി 2-ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 1-ാം ട്രാക്കിലൂടെ സെന്റ് പയസ് 10th ബോട്ട് ക്ലബ്ബ് അങ്ങനെ 3 ചില രാജാക്കന്മാരുടെ തേരോട്ടത്തിന് പുന്നമടക്കായൽ സാക്ഷ്യം വഹിക്കുകയാണ്. പുന്നമടക്കായലെ അങ്ങനെ ശാന്തസുന്ദരമായി ഒഴുകുകയാണ്. അർക്കസൂര്യന്റെ രശ്മികൾ ഓളത്തുള്ളികളെ കോരിത്തരിപ്പിച്ചുകൊണ്ട് മനോഹരമായ കാഴ്ച. ഇരുകരകളിലും സ്വദേശികളും വിദേശികളിലും അടക്കം ജനലക്ഷങ്ങളാണ് ഈ ജലോത്സവം കാണുന്നതിന് വേണ്ടിയിട്ട് ഇരുകരകളിലും അങ്ങനെ കാത്തിരിക്കുമ്പോൾ ഫൈനൽ ഹീറ്റ്സ് 6-ാം ഹീറ്റ്സ് അങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇതാ തുടക്കം കുറിക്കാൻ പോകുകയാണ്. 5-ാമത്തെ ഹീറ്റ്സിലെ മത്സരം പുരോഗമിക്കുന്നു, ചിറയോടടുക്കുന്നു. 3 വള്ളങ്ങൾ സെന്റ് പയസ് 10th 1-ാമത്തെ ട്രാക്കിൽ, 2-ാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി ഫ്രണ്ട്സ് ബോട്ട് ക്ലബ് കുട്ടനാടിന്റെ ജവഹർ തായങ്കരി, ബോട്ട് ക്ലബിന്റെ പായിപ്പാടൻ 3-ാമത്തെ ട്രാക്കിൽ. 7-ാം നമ്പർ സ്റ്റിക്കറാണ് വള്ളത്തിന്റെ രജിസ്റ്റർ നമ്പർ 7 പായിപ്പാടൻ. ഇപ്പോൾ 3-ാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നു. ടോണി വർക്കിച്ചൻ ക്യാപ്റ്റൻ, പൊന്നപ്പനമ്മേ ലീഡിംഗ് ക്യാപ്റ്റൻ. പായിപ്പാടൻ ചുണ്ടന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ പൊന്നപ്പൻ. ജവഹർ തായങ്കരിക്കായി ലീഡിംഗ് ക്യാപ്റ്റൻ ബെന്നി ബി കാരിച്ചാൽ, ക്യാപ്റ്റൻ സജി കളത്തിൽ ജോബിൾ പെരുമാൾ. ഒപ്പം സെന്റ് പയസ് 10th ലീഡിംഗ് ക്യാപ്റ്റൻ PC കുരുവിള, ക്യാപ്റ്റൻ സജി വർഗീസ്. ഒപ്പത്തിനൊപ്പമുള്ളൊരു പോരാട്ടമായി കണക്കാക്കുന്നില്ല. ഇതാ 1-ാമത്തെ ട്രാക്കിൽ സെന്റ് പയസ് മികച്ചൊരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ വ്യക്തമായിട്ടുള്ള ലീഡ് 3-ാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ എടുക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ അറിയാം. ചിറ പിന്നിടുമ്പോൾ തന്നെ ലീഡ് നേടിയെടുക്കുന്നു വളരെ വ്യക്തമായി തന്നെ പായിപ്പാടന്റെ ഒരു അസാധ്യമായിട്ടുള്ള അനായാസമായിട്ടുള്ള കുതിപ്പിന് സാക്ഷ്യം വഹിക്കുകയാണ്. 5-ാമത്തെ ഹീറ്റ്സ് 5-ൽ മറ്റൊന്നില്ല എന്ന് തോന്നുന്നു. ഇനി ആര് കേറിവാടാ പായിപ്പാടാ, ഇനിയും കേറിവാടാ പായിപ്പാടാ. ഇതാ വരുന്നു പായിപ്പാടൻ. 5-ാമത്തെ ഹീറ്റ്സിൽ 1-ാം സ്ഥാനത്തായി നിലവിൽ ലീഡ് ചെയ്യുന്നു. വളരെ വ്യക്തമായി സുവ്യക്തമായി ഒറ്റത്തുടയായി ഒരു മൈയായി പായിപ്പാടൻ തുടയെറിയുന്നു. പക്ഷേ പായിപ്പാടനോട് മത്സരമില്ല. അതുകൊണ്ട് അവർ മത്സരിക്കേണ്ടത് അവരോട് തന്നെയാണ്. അവരുടെ മികച്ച സമയത്തോടു കൂടിയാണ് സ്വയം മത്സരിച്ച് മികച്ച സമയം സ്വന്തമാക്കുക. അതാണ് പായിപ്പാട നിന്റെ മുന്നിലുള്ള ലക്ഷ്യം. മറ്റു 2 വള്ളങ്ങളെയും വിട്ടേക്കു. നിന്റെ ലക്ഷ്യം അത് ഫിനിഷിംഗ് പോയിന്റ് ആണ്. ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ സ്വന്തം ടൈം അത് കൂടുതൽ ഉയർത്തുക, മികച്ച സമയമാക്കുക. അതാണ് മോനെ പായിപ്പാട